ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ കുറച്ച് ദിവസമായി കാണാത്ത ഇപ്പായിട്ട് വീഡിയോ ഇടാനേ പറ്റാറില്ല. കുറച്ച് വർക്കൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഇൻഷാല്ല എന്തായാലും ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും വരുന്നത് പോലെ അടിപൊളി വീഡിയോസായിട്ട് റെഗുലറായിട്ട് വരാൻ നോക്കാം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ലവ് കോളേജ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിക് ബോക്സിനാണെങ്കിലും ഫ്രെയിമൊക്കെ ചെയ്യാനും ഈ ഒരു കോളേജാണല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒരു മെത്തേഡ് മാത്രമാണ് കാണിക്കുന്നുള്ളത്. നമുക്ക് ക്യാൻവ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത്. അല്ലാതെ ഒരുപാട് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇൻഷാല്ല പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഒരു ടൈം തന്നെ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പം അതിന് കമൻറ്റിൽ അങ്ങനെ ചെയ്യാമല്ലോ അതൊന്നും ഇതാക്കണ്ട. എന്താ വെച്ചെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. എല്ലാം ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോ കോളേജിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മറ്റേ ഫോട്ടോ കോളേജ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ലവ് കോളേജിൽ നിന്ന് അങ്ങനെ അടിച്ച് കഴിഞ്ഞെങ്കിൽ ഒരുപാട് ഓപ്ഷൻ വരും. അതിൽ ഒരു ഓപ്ഷനാണ് ഇതും. പിന്നെ നമുക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി കോളേജസൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓരോ പിക്കിലും നമ്മൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴെ റീപ്ലേസ് എന്നുള്ള ഒരു ബട്ടൺ കണ്ടല്ലോ. അപ്പോൾ അതിൽ പോയിട്ട് ജസ്റ്റ് നമുക്ക് അവിടെ നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം കുറച്ച് സിമ്പിളാണ്. പക്ഷേ ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള മെത്തേഡ് വേറെ ഉണ്ട്. പിന്നെ നമുക്കിതിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം. ക്ലാസിക് ബോക്സൊക്കെ ആക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടെല്ലാം വേറൊരു കളറിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആവാറുണ്ട്. വൈറ്റിൽ കൊടുത്താലും അടിപൊളി തന്നെയാണ്. പക്ഷെ നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴെ വേണമെങ്കിൽ എന്തെങ്കിലും കോഡ്സോ എന്തെങ്കിലും ഡയലോഗ്സൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ സേവ് ചെയ്തതിന് ശേഷം പിക്സ് ആർട്ടിൽ പോയിട്ട് അതിലുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു ഫ്രെയിം എഡിറ്റിംഗ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ള ഒരു ഇത് മനസ്സിലായിക്കോളും. പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് നല്ലൊരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചോദിക്കാം. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കും കുറച്ച് ഐഡിയാസ് കിട്ടും ചെയ്യുന്നതിനെക്കുറിച്ച്. പിന്നെ ആർക്കെങ്കിലും ഇതൊക്കെ ഓർഡേഴ്സ് തരണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.